Alhamdulillah, Alhamdulillahi Rabbil Alameen. Nahmaduhu wa nasta'inuhu wa nastaghfiruhu wa nu'minu bihi wa natawakkalu alayhi. Wa na'udhu billahi ta'ala min shururi anfusina wa min sayyiati a'malina. Man yahdihillahu fala mudilla lahu wa man yudlil fala hadiya lahu. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم ونفسي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. وقل رب أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا. صدق الله العظيم. ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇസ്ലാമിക സമൂഹത്തിൽ ഉൾക്കൊള്ളാനും അവൻ്റെ ദീനനുസരിച്ച് ജീവിക്കാനും നമുക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അല്ലാഹു തആല അത് കൂടുതൽ നല്ല രീതിയിൽ ഉൾക്കൊള്ളാൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കണമെന്ന് വസിയത്ത് നൽകുകയും ചെയ്യും. ഇസ്ലാമിനെ പല ആളുകളും പല രീതിയിലാണ് നോക്കിക്കാണാറ്. നമ്മൾ നാടൻ ഭാഷയിൽ ഒരു സംഭവം പറയാറുണ്ട്. കുരുടന്മാർ ആനയെ കണ്ട പോലെ എന്ന് പറയാറുണ്ട്. അവര് ആനയുടെ ഓരോ ഭാഗമെടുത്ത് ആന ഇന്നതാണ് എന്ന് വിവക്ഷിക്കുന്നത് സാധാരണ നമ്മൾ പറയാറുള്ളൊരു ഉപമയാണ്. ഇതുപോലെ ഇസ്ലാമിനെ പല ആളുകളും അതൊരു ആത്മീയ മതമാണ്, അതൊരു രാഷ്ട്രീയമാണ്, അല്ലെങ്കിൽ സാമൂഹികമാണ്, അങ്ങനെ പല ആംഗിളുകളിലും ഇസ്ലാമിനെ പല ആളുകളും നോക്കിക്കാണാറുണ്ട്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ചേർന്ന ഒരു ജീവിത വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. നമ്മുടെ നാട്ടിൽ വിവക്ഷിക്കപ്പെടുന്ന മതം എന്നതിൽ യഥാർത്ഥത്തിൽ അത് പെടുന്നില്ല. പക്ഷെ നാട്ടിൽ വിവക്ഷിക്കപ്പെടുന്ന മതത്തിലൊരു ദൈവമുണ്ട്, ആരാധനകളൊക്കെ ഉള്ളത് കൊണ്ട് ഇസ്ലാമിനെയും മതത്തിൽ ഉൾപ്പെടുത്തി എന്നതാണ് സത്യം. സാധാരണ മതങ്ങൾക്ക് ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസകാര്യങ്ങൾ എന്നതിൽ പരിമിതമാണ്. പക്ഷേ ഇസ്ലാം കേവലം വിശ്വാസവും ആചാരാനുഷ്ഠാനങ്ങളും മാത്രമല്ല, അത് കൃത്യമായ ഒരു ജീവിത ക്രമമാണ് വരച്ചു കാണിക്കുന്നത്. വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ ഖുർആനിൻ്റെ ഏഴിലൊരു ഭാഗത്ത് പോലും ആരാധനകളെ കുറിച്ച് പറയുന്നില്ല.
ഖുർആനിൻ്റെ 7-ൽ 6 ഭാഗത്തും ജീവിതത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ വ്യത്യസ്ത കാര്യങ്ങളെക്കുറിച്ചുള്ള പരാമർശങ്ങളാണ് ഉള്ളത്. ആരാധനകളെക്കുറിച്ച് പറഞ്ഞതിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയത്തെക്കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അനുഷ്ഠാനങ്ങളെക്കുറിച്ച് പറഞ്ഞതിനേക്കാളേറെ സാമൂഹിക ഇടപാടുകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അഥവാ മനുഷ്യൻ ഭൂമിയിൽ എങ്ങനെ ജീവിക്കണം എന്നതിനുള്ള ഒരു ജീവിതക്രമമാണ്, ഒരു കംപ്ലീറ്റ് കോഡ് ഓഫ് ലൈഫ്. അതാണ് ഇസ്ലാം. അപ്പോൾ ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ടോ എന്നത് പലപ്പോഴും നമ്മുടെ നാട്ടിൽ നടക്കുന്നൊരു ചർച്ചയാണ്. ഒരു പൊതുബോധം സൃഷ്ടിച്ചിട്ടുണ്ട്, മതം വേറെ രാഷ്ട്രീയം വേറെ. മതത്തിന് രാഷ്ട്രീയത്തിൽ ഇടപെടാൻ പാടില്ല, രാഷ്ട്രീയത്തിന് മതത്തിൽ ഇടപെടാൻ പാടില്ല എന്ന് പൊതുബോധമായി സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അതേസമയം ഗാന്ധിജി അടക്കമുള്ള രാഷ്ട്രീയ ആളുകളൊക്കെ പറയുന്നവർ മനസ്സിലാക്കിയതുപോലെ രാഷ്ട്രീയത്തിൽ മതത്തിൻ്റെ മൂല്യങ്ങൾ കടന്നു വരേണ്ടതുണ്ട്. മതമൂല്യങ്ങളാണ് രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കേണ്ടത് എന്നുവരെ അവർ ഉപയോഗിക്കാറുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ മുഴുവൻ സ്വാധീനിക്കുന്ന ഒരു വ്യവസ്ഥയായതുകൊണ്ട് ജീവിതത്തെ ഏറെ സ്വാധീനിക്കുന്ന ഘടകം എന്ന നിലക്ക് രാഷ്ട്രീയവും അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ രാഷ്ട്രീയം എന്നത് മതപരമായ അനുഷ്ഠാനങ്ങളെ വരെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം രാഷ്ട്രീയമാണ് പള്ളി എവിടെ വേണം, പള്ളികൾ വേണോ വേണ്ടേ, പൊളിക്കണോ പൊളിക്കണ്ടേ, ശരീഅത്ത് നിയമങ്ങൾ നടപ്പാക്കണോ നടപ്പാക്കണ്ടേ. അവസാനം പട്ടാളക്കാർ പോലും ഒരു മതത്തിൽ നിന്നും മതിയെന്ന് ഉത്തരവാദിത്തപ്പെട്ട ഭാഗത്തെന്ന് പറയുന്നു. അഥവാ രാഷ്ട്രീയ രംഗം മതത്തെ തന്നെ സ്വാധീനിക്കുന്നുണ്ട്, ഇടപെടുന്നുണ്ട്. ഇസ്ലാമിനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം മതം ഇങ്ങനെ പഠിപ്പിച്ച കൂട്ടത്തിൽ ഏതോ ഘട്ടത്തിൽ രാഷ്ട്രീയത്തെ സ്വീകരിച്ചതല്ല. അതിൻ്റെ ആരംഭം മുതൽ തന്നെ ഇസ്ലാം രാഷ്ട്രത്തെയും കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് അവതരിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ ഇസ്ലാമിക പ്രബോധനം നിർവഹിച്ച് ആകെ 5-6 ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നൊരു കാലം, 8-10 ആളുകൾ മാക്സിമം. ആ സമയത്താണ് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ക്രൂരമായ മർദ്ദന പീഡനങ്ങൾക്ക് ഇരയായിട്ട് റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെല്ലുന്നവരെ നമ്മൾ പലരും കേട്ടതാണ്. ഖബ്ബാബ് റളിയല്ലാഹുവിൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം കുടിക്കുന്നുണ്ട്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോട് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലേ, ഞങ്ങൾ മർദ്ദിക്കപ്പെടുമ്പോൾ പ്രതിരോധിക്കാനുള്ളൊരു അനുവാദം തരണം. അന്ന് ഇസ്ലാം പ്രതിരോധിക്കാൻ പോലും അനുവദിച്ചിട്ടില്ല, തൽക്കാലം സഹിക്കാനാണ്. പക്ഷെ റസൂൽ പറഞ്ഞു തൽക്കാലം സഹിക്കണം. എന്നിട്ട് റസൂൽ തൻ്റെ പ്രതീക്ഷ ഖബ്ബാബ് ബിൻ അറത്തിൻ്റെ മുന്നിൽ വെക്കുകയാണ്. ഒരു രാഷ്ട്രം വരും, സൻആ മുതൽ ഹദറമൗത്ത് വരെ ആരെയും പേടിക്കാതെ, ഒരു സ്ത്രീക്ക് അതിൻ്റെ ആടിൻ്റെ കാര്യത്തിൽ ചെന്നായെ പേടിക്കുക എന്നല്ലാതെ ഒരു സ്ത്രീക്ക് ആരെയും ഭയപ്പെടാതെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് സഞ്ചരിക്കാവുന്ന ഒരു രാഷ്ട്ര സംവിധാനത്തെക്കുറിച്ചായിരുന്നു ആ തുടക്കത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വപ്നം കണ്ടു പറഞ്ഞത് എന്ന് കാണാൻ സാധിക്കും. പിന്നീട് മദീന രാഷ്ട്രം വന്നിട്ടും അഹ്സാബ് യുദ്ധവേളയിൽ കിടങ്ങു കുടിക്കുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ ലോകത്തിലെ കോട്ടകൊത്തളങ്ങൾ, വലിയ സാമ്രാജ്യത്തെ കോട്ടകൊത്തളങ്ങളുടെ പേരുകൾ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാം ഏതോ ഒരു പള്ളിക്ക് നിസ്കരിക്കാനും നോമ്പാക്കാനുള്ളൊരു മതം എന്ന രൂപത്തിലായിരുന്നില്ല. ഇസ്ലാം അതിൻ്റെ രാഷ്ട്രീയ വശവും കൂടി ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയുടെ ഇമാമത്ത് ഏറ്റെടുക്കുന്നതിന് മുമ്പ്, അഥവാ ഒരു പള്ളിയുടെ ഇമാമാകുന്നതിന് മുമ്പ് മദീന രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായി. മദീന രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായി ചുമതലയേറ്റതിന് ശേഷമാണ്
ഇസ്ലാമിൽ ആദ്യത്തെ ഒരു പള്ളിയുടെ ഇമാമായിട്ട് റസൂൽ ഏൽക്കപ്പെടുന്നു. ഇനി ഇസ്ലാമിൻ്റെ ആദ്യകാല പ്രവാചകന്മാരെ സഹാബാക്കളും ഖുലഫാഉർ റാഷിദുകളൊക്കെ എടുത്തു നോക്കിയാൽ അതിനേക്കാൾ കിട്ടാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം ഒരു ഉസ്താദും മൊല്ലാക്കിയല്ല, ഇസ്ലാമിൻ്റെ ഭരണാധികാരിയാണ്. 10 കൊല്ലം നീണ്ടകാലം ഇസ്ലാമിക ഭരണം നടത്തിയ, ലോകരാഷ്ട്രങ്ങളിൽ പ്രചുരപ്രചാരം നേടിയ നീതിമാനായ ഭരണാധികാരിയായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുപോലെ സുദീർഘകാലം നാട് ഭരിച്ച ആളായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു. 4 ഖുലഫാഉർ റാഷിദുകൾ ഭരണാധികാരികളാണ്. അശ്റത്ത് മുബശ്ശിറിൽപ്പെട്ട പ്രധാന സഹാബാക്കൾ അവർ പലരും ഗവർണർമാരാണ്. സഹാബാക്കളിൽ പലരും ഗവർണർമാരാണ്, പല പ്രവിശ്യകളുടെ ഗവർണർമാരാണ്. ബാക്കി പലരും സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപരാണ്. അപ്പം ഇസ്ലാം അതിൻ്റെ തുടക്കം മുതൽ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടാണ് പോകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി മക്കയിലുള്ള ഘട്ടത്തിൽ, ഈ മക്ക എന്ന് പറയുന്നത് 13 കൊല്ലം റസൂൽ മക്കയിലുണ്ട്. ആകെ 23 കൊല്ലമാണ്. 13 കൊല്ലം വളരെയേറെ പണിയെടുത്തിട്ട് റസൂലിന് കിട്ടുന്നത് വെറും 150-160 ഇടയ്ക്കുള്ള ആൾക്കാരാണ്. അത്ര ആളെ ഇസ്ലാമിന് കിട്ടിയിട്ടുള്ളൂ, പെൺകുട്ടികളും സ്ത്രീകളും പുരുഷന്മാരുമായിട്ട്. അങ്ങനെ വളരെ തീക്ഷ്ണമായ സാഹചര്യം. ഒരോഫീസില്ല, പള്ളിയില്ല, കയറി നിൽക്കാനൊരിടമില്ല. കുറേ ഉള്ള ആളുകൾ അബസീനിയക്ക് ഹിജ്റ പോയി. ഇനി തായിഫിൽ ചെന്നിട്ടാണെങ്കിലും ഒരു രക്ഷയില്ല. ഇങ്ങനെ വല്ലാത്തൊരു സാഹചര്യം റസൂൽ നേരിടുന്നുണ്ട്. ഒരിത്തിരി കരുത്ത് നൽകിയിരുന്ന ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി. അബൂ താലിബും വഫാത്തായി. ഇത് എവിടെ എത്തും ഈ ഇസ്ലാം എന്ന് വളരെ പ്രയാസപ്പെട്ട് ഇങ്ങനെ കഴിയുന്ന ഒരു സന്ദർഭമുണ്ട്. ഞാൻ പറഞ്ഞത് നല്ല ശ്രദ്ധിക്കേണ്ട വിഷയം. ഈ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു തആല ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥന ഖുർആൻ എടുത്തു ധരിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വക്കുൽ, പ്രവാചകരെ താങ്കൾ പ്രാർത്ഥിക്കണം. റബ്ബി, എൻ്റെ രക്ഷിതാവേ, അദ്ഖിൽനി മുദ്ഖല സിദ്ഖിൻ വഅഖ്രിജ്നി മുഖ്റജ സിദ്ഖ്, എന്നെ സത്യത്തിൽ പുറപ്പെടുവിപ്പിക്കണം, സത്യത്തിൽ പ്രവേശിപ്പിക്കണം. വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ, എനിക്ക് സഹായകരമായ ഒരു അധികാര ശക്തി, ഒരു രാഷ്ട്രീയ അധികാര ശക്തി എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കാനാണ് പഠിപ്പിച്ചത്. അങ്ങനെ ആകെത്ര ആളുകൾ ഈ സങ്കീർണ ഘട്ടത്തിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു കൊടുക്കുന്നത്, എനിക്കൊരു അധികാര ശക്തി, വജ്അൽനി മിൻ ലദുൻക സുൽത്താനൻ നസീറ, എനിക്ക് സഹായകരമായ ഒരു അധികാര ശക്തി അല്ലാഹ് നീ നൽകണേ എന്നായിരുന്നു. ആ പ്രാർത്ഥന കുറച്ചാണ് കഴിഞ്ഞതോടുകൂടി ഈ 160 ആളെ കണ്ട കാലം ബുദ്ധിമുട്ടിക്കഴിഞ്ഞ റസൂല് മാസങ്ങളാണ് കഴിഞ്ഞ് മദീനയിലെത്തിയപ്പോൾ മദീന രാഷ്ട്രത്തിൻ്റെ ഭരണാധികാരിയായി. എങ്ങനെ ഭരണാധികാരിയായത്? മദീന രാഷ്ട്രത്തിൽ ഏകദേശം 3000 പേരുണ്ടാവും. അതിൽ ഭൂരിപക്ഷം പേർ യഹൂദന്മാരും നസാറാക്കളും അതേപോലെ മുശ്രിക്കുകളുമാണ്. ആ രാഷ്ട്രത്തിൽ, അഥവാ അള്ളാന്റെ റസൂല് ഭരണാധികാരിയായ ഇസ്ലാമിക രാഷ്ട്രത്തിൽ ന്യൂനപക്ഷം മുസ്ലിമീങ്ങൾ. പിന്നീട് മുസ്ലിമീങ്ങൾ വർദ്ധിച്ചു. അപ്പോഴും ന്യൂനപക്ഷം മുസ്ലിമാണ്. കാരണം രാജ്യം വലുതായി. നല്ല ശ്രദ്ധിക്കണം, രാജ്യം വലുതായി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഭരണം നമ്മൾ എടുത്താൽ, അദ്ദേഹത്തിൻ്റെ രാജ്യം മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ 5% മുസ്ലിങ്ങളില്ല. ഖലീഫ ഭരണാധികാരി ഉമർ റളിയല്ലാഹു, മൊത്തം 5% മുസ്ലിങ്ങളില്ല, 95% മറ്റാളുകൾ. പലസ്തീൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വന്നു, 1% മുസ്ലിമീങ്ങൾ. ഇറാഖ് ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വന്നു, 2% മുസ്ലിമീങ്ങൾ. അധികാരം ഇസ്ലാമിൻ്റെ കയ്യിൽ.
നാട് ഭരിക്കുന്നത് ഇസ്ലാമിൻ്റെ ഖലീഫ. അതിൽ പലസ്തീൻ വളരെ പ്രസിദ്ധമാണ്. ഉമർ റളിയല്ലാഹു അൻഹു സന്ദർശിച്ച ഒരേ ഒരു വിദേശ രാജ്യം പലസ്തീനാണ്. പലസ്തീൻ ഇസ്ലാമിൻ്റെ കീഴിലേക്ക് വന്നപ്പോൾ അവിടുത്തെ പാത്രിയാർക്കീസ് പറഞ്ഞു, നിങ്ങളുടെ ഖലീഫ ഇവിടെ വരികയാണെങ്കിൽ ഞങ്ങൾ ഈ രാജ്യത്തിൻ്റെ ചെങ്കോൽ അദ്ദേഹത്തിന് കൊടുക്കാം, അധികാരങ്ങൾക്ക് കൊടുക്കാം. ഇതിൻ്റെ പേരിൽ ഉമർ റളിയല്ലാഹു അൻഹു ഒരു വിദേശ രാജ്യം സന്ദർശിച്ചത് അതാണ്. അങ്ങനെ അദ്ദേഹം പലസ്തീനിൽ വന്നു. പാത്രിയാർക്കീസ് ക്രിസ്ത്യൻ പുരോഹിതൻ്റെ കയ്യിലാണ് അധികാരം. മുസ്ലിമീങ്ങൾ 1% ആരുമില്ല. പക്ഷേ നാട് ഭരിക്കേണ്ടത് ഉമർ ഇബ്നുൽ ഖത്താബ് ആ ചെങ്കോലണ്ട് കൊടുക്കുകയാണ്. കാരണം ഇസ്ലാമിൻ്റെ പക്കലാണ് ഏറ്റവും നല്ല രാഷ്ട്രീയ ഘടനയുള്ളത്, നീതിയുള്ളത്, സദാചാരമുള്ളത്, അഴിമതിയില്ലാത്ത, ജനങ്ങളിൽ ക്ഷേമൈശ്വര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ നിലപാടുള്ള ഒരു രാഷ്ട്ര സംവിധാനം ഇസ്ലാമിൻ്റെ പക്കലാണ്. അതുകൊണ്ടാണ് പാത്രിയാർക്കീസ് ഉമർ റളിയല്ലാഹുവിനെ വിളിച്ചു വരുത്തിയ അധികാരം കണ്ടുകൊടുക്കുന്നത്. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ 2-3 തരം ആൾക്കാരുണ്ടാവും. ചില ആൾക്കാർ ഈ കക്ഷി രാഷ്ട്രീയത്തിലൊക്കെ ഇങ്ങനെ പെട്ട് അരിപ്പെടുന്നു അടയുണ്ടാവും. ചിലരവിടെ ഇവിടെ ഇല്ലാണ്ടുണ്ടാവും. ചിലർക്ക് ഇത് കേൾക്കണ തന്നെ അരോചകമായിരിക്കും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അരാഷ്ട്രീയമായി ചിന്തിക്കുന്നുണ്ടാവും. പക്ഷേ ഒരു ഇസ്ലാമിക കാഴ്ചപ്പാട് നമുക്ക് ഈ വിഷയത്തിലുണ്ടാവും. ആ കാഴ്ചപ്പാട് എന്താണെന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രീയവും അതിൻ്റെ പ്രവർത്തനങ്ങളും ദീനുൽ ഇസ്ലാമിന് പുറത്തല്ല. ഇതാദ്യം പഠിക്കണം. ഞാൻ ഏതെങ്കിലും ഒരു ഭാഗത്തിന് വേണ്ടി പറയില്ല, മൊത്തം മുസ്ലിമീങ്ങൾക്ക് വേണ്ടി പറയുന്ന അവസ്ഥയാണ്. ഇത് ദീനുൽ ഇസ്ലാമിനും അള്ളാഹുവിന്റെ പരിധിക്കും പുറത്തല്ല. പള്ളിക്കെന്ന് ഒരാൾ 10 പൈസ കട്ടാൽ അള്ളാഹുവിന് കണക്ക് പറയേണ്ടി വരും. പഞ്ചായത്തിൽ നിന്ന് 10 പൈസ കട്ടാൽ അതിനും അള്ളാഹുവിന് കണക്ക് പറയേണ്ടി വരും. ഏതിനാ കൂടുതൽ പറയേണ്ടി വരിക എന്നുള്ളതിൽ തർക്കമുണ്ടാകാം. ചിലപ്പോൾ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം പഞ്ചായത്തിൻ്റെ കാര്യത്തിൽ അള്ളാഹുടെ പിന്നെ അള്ളാഹുടെ മുതലല്ല, അത് സഹിച്ചെന്ന് വന്നിരിക്കും, പള്ളിക്കല കാശല്ലേ. പക്ഷേ അള്ളാഹുടെയും ജനങ്ങളുടെയും കൂടി പൈസയാണ് ഇത് പഞ്ചായത്തിലെ പൈസ. പല പ്രതീക്ഷകളോട് കൂടിയ പാവങ്ങളുടെയും കൂടി പണമാണ് പൊതു ഖജനാവ്. ആ പൊതു ഖജനാവ് കൈകാര്യം ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കണം, ഏത് രാഷ്ട്രീയത്തിലൂടെ കയറിപ്പോന്നാലും ശരി റബ്ബിൻ്റെ മുമ്പിൽ അണപ്പൈ കണക്ക് പറയേണ്ടി വരും. ഇത് ലോകത്തെ പഠിപ്പിച്ചത് ഇസ്ലാമിൻ്റെ ഖലീഫമാരാണ്, അല്ലാഹുവിന്റെ റസൂലാണ്. ഇസ്ലാമിൻ്റെ ബൈത്തുൽ മാലിൻ്റെ കാരൊക്കെ താഴെ വീണപ്പോൾ അതിൽ നിന്ന് ഏതോ ഇങ്ങനെ വെറുതെ നടന്നപ്പോൾ ഒരു കാരൊക്കെ കണ്ടപ്പോൾ റസൂൽ തിന്നു കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിക്ക് ബേജാറായി, പടച്ചോനെ ഇത് ബൈത്തുൽ മാലിൻ്റെ കാരക്കയാണോ അതല്ല വീട്ടിലെ കാരക്കയാണോ? റസൂൽ വല്ലാതെ അസ്വസ്ഥനായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കാരക്കയുടെ കാര്യത്തിൽ റസൂലുള്ളാഹിയുടെ പേരക്കുട്ടി ഒരു കാരക്കെടുത്തപ്പോൾ ഓടിച്ചെന്ന് തട്ടി ആ തുപ്പിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞു, റസൂലിൻ്റെ കുടുംബത്തിന് പൊതുമുതലിൻ്റെ സ്വത്ത് അനുവദിക്കപ്പെട്ടിട്ടില്ല. തുപ്പിച്ചു കളഞ്ഞു. അത് കണ്ടാണ് ലോകത്തിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഖുലഫാഉർ റാഷിദുകൾ, ഇസ്ലാമിൻ്റെ ഭരണാധികാരികൾ എങ്ങനെ പൊതുമുതൽ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിച്ചു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് ശമ്പളമില്ല, പകരം റേഷൻ കിട്ടും. മുഴുവൻ സമയവും രാജ്യത്തിന് സേവനം ചെയ്യുന്ന ആളാണ്. ജീവിക്കണ്ടേ, വരുമാനവും ഇല്ല. നല്ല വരുമാനമൊക്കെ ഉണ്ടായത് അതൊക്കെ പോയി ഇസ്ലാമിന് വേണ്ടി കൊടുത്തു. അപ്പോൾ കിട്ടിയ റേഷനാണ് ഒരിത്തിരി ഗോതമ്പ് കിട്ടും. അതേറ്റാണ് ഖലീഫ ജീവിക്കുന്നത്. ഖലീഫ നമുക്കറിയാലോ, ക്ഷാമമുണ്ടായപ്പോൾ തൻ്റെ രാജ്യത്ത് ഏറ്റവും ക്ഷാമത്തിൽ ജീവിച്ച ആൾ ഖലീഫയാണ്. എല്ലും തോലുമായി ഉമർ റളിയല്ലാഹു അൻഹു. ജനങ്ങളൊക്കെ അത്ര വലിയ ക്ഷാമകാലത്തായില്ല. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു പച്ച എണ്ണയിൽ ഉണക്ക റൊട്ടി ഇങ്ങനെ മുക്കിയിട്ട് 1-2 ഒരിത്തിരി റൊട്ടി കഴിക്കും, ഇത്രേ ഉള്ളൂ. അതേ ഈർക്കിളി പോലെ ആയിട്ടായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. ഏതായാലും ഈ ഖജനാവിൽ നിന്ന് ധാന്യം കിട്ടുമ്പോൾ ഭക്ഷണം, അതുകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഭാര്യയോട് പറഞ്ഞു, ഞാൻ പണ്ടൊക്കെ നല്ലൊരു അപ്പം നിന്നിരുന്നു, അത് ഖലീഫ ആവുന്നതിന് മുമ്പ്. ഇപ്പം അതൊക്കെ ഇല്ലാതായിപ്പോയി, ഖലീഫ ആയിപ്പോയില്ലേ. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇപ്പോൾ എവിടുന്നാണ് അതൊക്കെ കിട്ടുക? പക്ഷെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ ഈ അപ്പം ഉണ്ടാക്കി ഭാര്യ കൊടുക്കുകയാണ്. സന്തോഷത്തോട് ഇവരെ തിന്നാണ്. പണ്ട് ഖലീഫയൊക്കെ ആണതിന് മുമ്പ് കുട്ടിക്കാലത്ത് ഇഷ്ടത്തോടു കൂടി തിന്നൊരു സാധനം പിന്നെ കിട്ടുമ്പോൾ വളരെ സന്തോഷം ഉണ്ടാവുമല്ലോ. അപ്പോൾ
തിന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഭാര്യയോട് ചോദിച്ചു, എൻ്റെ അപ്പം എവിടെ കിട്ടിയത്? ഭാര്യ പറഞ്ഞു, എല്ലാ ദിവസവും റേഷൻ കിട്ടുമല്ലോ, അതിൽ നിന്ന് ഞാനൊരു ചെറിയ പിടി ഇങ്ങനെ മാറ്റി വെക്കും, ഒരിത്തിരി, എന്നിട്ട് അതൊക്കെ കൂടി കൂട്ടി പൊടിച്ച് ചുട്ടുണ്ടാക്കിയതാണ് അപ്പം. ഉമർ റളിയല്ലാഹു അൻഹു ഭാര്യയെ അഭിനന്ദിച്ചു, നന്നായി, നല്ല സാമർത്ഥ്യം തന്നെ. പക്ഷേ മൂപ്പര് പറഞ്ഞു, പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോഴേക്കും ആത്തിക്കാർ റളിയല്ലാഹു അൻഹു ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി. എന്ത് പ്രശ്നം? ഭാര്യ, അല്ല, നമുക്ക് ജീവിക്കാൻ വേണ്ട ധാന്യമല്ലേ ഖജനാവിൽ നിന്ന് വാങ്ങാൻ പാടുള്ളൂ, അതന്നല്ലേ വാങ്ങുന്നുള്ളൂ. ഭാര്യ, അല്ല, കുറച്ച് ദിവസമായിട്ട് ഒരു പിടി ധാന്യം കൊണ്ട് മാറ്റി വെച്ചിട്ട് ബാക്കി ധാന്യം കൊണ്ട് നമ്മൾ ജീവിച്ചില്ലേ? അതെ. എന്ന് പറഞ്ഞാൽ ഒരു പിടി ധാന്യം കുറച്ച് വാങ്ങിയാലും ബാക്കി ധാന്യം കൊണ്ട് ജീവിക്കാമെന്ന് തെളിഞ്ഞില്ലേ? അതെ. അതുകൊണ്ട് നാളെ മുതൽ ഖജനാവിൽ നിന്ന് ഒരു പിടി ധാന്യവും കൂടി കുറച്ച് വാങ്ങിയാൽ മതി. കാരണം ഈ ഒരു പിടി ധാന്യത്തിന് നാളെ ഞാൻ അല്ലാഹുവിനോട് മറുപടി പറയേണ്ടി വരും. ഇത് രാഷ്ട്രീയത്തിൽ വരണ്ടേ? ഈ നന്മ രാഷ്ട്രീയത്തിൽ വന്നു നോക്കിയ ഞാൻ ആ കണക്ക് ഇവിടെ പറഞ്ഞാൽ എൻ്റെ വായയിലും നിങ്ങളെ ചെവിയിലും ഒതുങ്ങാത്ത സംഖ്യയുടെ അഴിമതിയാണ് ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കൊച്ചു കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്ത് മനുഷ്യർ ഒരുത്തൻ കട്ട മുതൽ ഓൻ്റെ ആയുസ്സിൽ 60 കൊല്ലം ഇരുന്ന് 2000-ൻ്റെ നോട്ട് തന്നെയാ തീരാത്തതാ ഒരുത്തൻ നമ്മുടെ രാജ്യത്ത് കട്ടത്. 2000-ൻ്റെ നോട്ട് ഇരുന്നിട്ടേ ഒരായുസ് മുഴുവൻ ഇരുന്ന് എണ്ണിയാൽ തീരൂല. അതാണ് ഒരുത്തൻ കട്ടത്. രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ പിന്തുണയോടുകൂടി ലോകത്തിലെ വലിയ വലിയ മുതലാളിമാർക്ക് ഉണ്ടാക്കി കൊടുത്ത പണത്തിൻ്റെ സംഖ്യ കേട്ടാൽ ഞെട്ടിപ്പോകും. എന്നിട്ടും ഈ രാജ്യത്തിലെ ഭൂരിപക്ഷം പട്ടിണി കിടക്കുക. ഈ രാജ്യത്തെ ഭൂരിപക്ഷത്തിന് വീടില്ലാതെ കഴിയാണ്. അവിടെ ഈ പൊതുമുതൽ അള്ളാന്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണെന്ന് പഠിക്കണം. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു തൻ്റെ മുന്നിലൊരു വിളക്ക് കത്തുന്നുണ്ട്. സുഹൃത്തുമായി സംസാരിക്കുന്നു, വിളക്ക് ഊരിക്കെടുത്തിട്ട് വേറൊരു വിളക്ക് കത്തിച്ചോണ്ടിരാ. കുറച്ച് കഴിഞ്ഞപ്പോൾ സുഹൃത്ത് ചോദിച്ചു, എന്താ അങ്ങനെ ഒരു വിളക്ക് മാറ്റും? നമ്മൾ ആദ്യം സംസാരിച്ചത് രാജ്യത്തിൻ്റെ കാര്യം, അതിന് പൊതു ഖജനാവിലെ എണ്ണ വിളക്ക് ഉപയോഗിക്കാം. പക്ഷേ സംസാരം നമ്മുടെ കുശലാന്വേഷണമായി, അതിന് ഈ എണ്ണ വിളക്ക് ഉപയോഗിച്ചാൽ നാളെ രാജ്യത്ത് ശേഖരിക്കപ്പെട്ട ആപ്പിൾ കൂമ്പാരത്തിൽ നിന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു കൊച്ചു കുട്ടി ഒരു ആപ്പിൾ എടുത്തപ്പോൾ കുട്ടിയിൽ നിന്ന് സമ്മർദ്ദം ചെലുത്തി ആപ്പിൾ വാങ്ങി ആപ്പിൾ കൂമ്പാരത്തിലിട്ട് കുട്ടീനെ അടിച്ചോടിച്ചു അദ്ദേഹം. പിന്നീട് വീട്ടിൽ ചെന്നപ്പോൾ അതേ ആപ്പിൾ കണ്ടപ്പോൾ എവിടുന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ ധാന്യം വിറ്റ് വാങ്ങിയതാണ് ആപ്പിൾ. അപ്പോൾ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭാര്യയോട് പറയുന്നുണ്ട്, നമ്മുടെ മകൻ്റെ കയ്യിൽ നിന്ന് നേരത്തെ ആപ്പിൾ വാങ്ങുമ്പോൾ കുട്ടി ആപ്പിളിനോടുള്ള കൊതിമൂലം വാവിട്ട് പൊട്ടിക്കരയുമ്പോൾ എൻ്റെ കരളിൻ്റെ കഷണം പറിച്ചെടുക്കുന്ന വേദന ഞാൻ അനുഭവിച്ചു. പക്ഷേ ജനങ്ങളുടെ സമ്പത്തിൽ നിന്നൊരാപ്പിൾ ഭരണാധികാരിയുടെ മകനെന്ന് അവകാശം ഉപയോഗപ്പെടുത്തി എൻ്റെ കുറ്റമൊഴി കൊടുത്താൽ ആളെ പക്ഷേ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ പ്രഗത്ഭനായ സ്വഹാബി അംർ ബിൻ ആസിന്റെ മകനെ ഒരു കോപ്റ്റിക് ക്രിസ്ത്യാനി പയ്യൻ അടിച്ചതിന്റെ പേരിൽ മസ്ജിദുൽ നബവിയിലിട്ട് മുസ്ലിങ്ങളെ മുന്നിലിട്ട് ഖലീഫയുടെ മുന്നിലിട്ട് ഗവർണർ അംർ ബിൻ ആസിന്റെ മുന്നിലിട്ട് കോപ്റ്റിക് ക്രിസ്ത്യാനി പയ്യനെ കൊണ്ട് അടിക്കണേ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ പറഞ്ഞു വന്നത് എന്താ പറഞ്ഞാൽ, നന്മകൾ മതമൂല്യങ്ങളിലാണുള്ളത്, ഇസ്ലാമിലാണ്. ഈ നന്മകൾ നമ്മുടെ രാഷ്ട്രീയ മേഖലകളിലേക്ക് വരും. നന്മകൾ വിതരണം ചെയ്യാതെ മാത്രമല്ല, ഇസ്ലാമിൻ്റെ എല്ലാ നന്മകളെയും ഭൂമിയിൽ സ്ഥാപിച്ചെടുക്കാൻ നല്ല അശ്രദ്ധ കാണിക്കുക, അല്ലാഹുവിൻ്റെ ദീൻ അധികാരപൂർവ്വം സ്ഥാപിച്ചെടുക്കാൻ ആ ദീനിനെ നമ്മൾ അംഗീകരിക്കണം. നമ്മൾക്ക് എല്ലാവർക്കും ഒരു വിശ്വാസമുണ്ടല്ലോ, നമ്മുടെ മറ്റെല്ലാത്തിനേക്കാളും നമ്മൾ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിനെ, റസൂലിനെ, അള്ളാഹിൻ്റെ ദീനിനെയാണ്. അല്ലാഹുവിൻ്റെ ദീനിനെയാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നതെങ്കിൽ മറ്റെല്ലാത്തിനേക്കാളും പ്രാമുഖ്യം അള്ളാഹിൻ്റെ ദീനിന് കൊടുക്കാൻ കഴിയണം. ആ ദീന് വന്നെങ്കിലേ ഇസ്ലാം ആഗ്രഹിക്കുന്ന നന്മ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്ന് നോക്കിയേ, ഇസ്ലാമിക രാഷ്ട്രം വരുന്നതിന് മുമ്പ് ഒരു നിയമവും ഇസ്ലാമിൽ നടപ്പാക്കാൻ പറ്റിയില്ല. ഇസ്ലാമിക രാഷ്ട്രം നിലവിൽ വന്നു. മദീനയിൽ മദ്യം നിരോധിച്ചു, വ്യഭിചാരം നിരോധിച്ചു, പലിശ നിരോധിച്ചു. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ ഓരോന്നും നടപ്പാക്കാൻ സാധിച്ചു. ഇത് നമ്മളൊരൊറ്റ ഉദാഹരണം എടുത്ത ഈ മദ്യം തന്നെ എടുത്താൽ മതി. ആ മദ്യം നമ്മളെ കേരളത്തിനെ പോലും എത്രമാത്രം നശിപ്പിച്ചു കളയുന്നു. അപ്പം ഇസ്ലാമിനെ അതിൻ്റെ പൂർണ്ണ സ്വഭാവത്തിൽ ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം.
ഒരു മുസ്ലിം ഇങ്ങനെ സ്വയം നിസ്കരിച്ച് നോമ്പുവെച്ച് പ്രാർത്ഥിച്ചൊരു മൂല കഴിയുന്നവനായിട്ടല്ല ഇസ്ലാം ഒരു മുസ്ലിമിനെ അവതരിപ്പിക്കുന്നത്. പകരം സമൂഹത്തിൽ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കണം. സ്ത്രീകൾക്ക് കുട്ടികൾക്ക് വേണ്ടി പണിയെടുക്കണം, സാമൂഹിക പ്രവർത്തനം നടത്തണം. ഞാൻ പറഞ്ഞു നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ അവരാ സാമൂഹിക പ്രവർത്തനങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇബാദത്തായി ചെയ്താൽ വമ്പിച്ച പ്രതിഫലമാണ്. അശരണർക്കും വിധവകൾക്കും വേണ്ടി പണിയെടുക്കുന്നവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവരാണ്. ജനങ്ങളുടെ ആവശ്യം ഒന്നാമത്തെ ഭരണാധികാരിയാണ്. ജനങ്ങളുടെ ആരും അറിയാതെ ആരും ഇല്ലാത്ത മനുഷ്യന്മാരുടെ വീട് വൃത്തിയാക്കി കൊടുക്കാനും പട്ടണം ഉണ്ടാക്കി കൊടുക്കാനും ആളോ അല്ലെങ്കിൽ ചാല ചെയ്യുന്നത് കിട്ടുന്നില്ല. അന്വേഷണം നടന്നിട്ടും മൂപ്പര് കിട്ടുന്നില്ല. അവസാനം കണ്ടുപിടിച്ചാണ് ചെയ്യുന്നത്. അതോടെ കിട്ടിയിട്ടാണ് കണ്ടുപിടിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ പൗത്രൻ ഹുസൈൻ റളിയല്ലാഹുവിന്റെ പുത്രൻ പൗത്രൻ സൈനുൽ ആബിദീൻ ആരും അറിയില്ല, ഭാര്യക്കറിയില്ല, ആർക്കും അറിയില്ല. എല്ലാ ദിവസവും ഒരു ചാക്ക് ധാന്യം ഒരു ഗ്രാമത്തിൽ കൊടുപ്പിച്ചപ്പോഴാ ഇവിടെ ഒരു പാടുകളുണ്ടായി. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഗ്രാമത്തിലെ കുറേ ആളുകൾ പാവങ്ങൾ ചോദിച്ചപ്പോൾ ഞങ്ങൾ പട്ടിണി, എന്തൊക്കെ പട്ടിണി കാരണം ഞങ്ങളുടെ ഗ്രാമത്തിൻ്റെ വാതിൽക്കൽ എല്ലാ ദിവസവും ചാക്ക് ധാന്യം വരും. പക്ഷെ ഒരാൾക്കായിട്ട് ധാന്യം വരുന്നില്ല. കാരണം ഒരാഴ്ചയായിട്ടുണ്ടായ മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ സൈനുൽ ആബിദീൻ മരണപ്പെട്ടിരിക്കുന്നു. നമ്മളെ പഠിക്കണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു രാഷ്ട്രീയ നമ്മുടെ ആളുകൾ നമ്മൾ പഠിച്ച രാഷ്ട്രീയമല്ല. അദ്ദേഹത്തിന് ഉറക്കം വരുന്നില്ല. രാത്രി ഇറങ്ങി നടക്കുക ജനങ്ങളെ ക്ഷേമം അന്വേഷിച്ച്. അതാ മരുഭൂമിയിൽ ഒരു കുടുംബം ഒരു വെളിച്ചം കാണുന്നുണ്ട്. ചെന്ന് നോക്കുകയാണ്. ചെന്ന് നോക്കുമ്പോൾ ഉമ്മ കലത്തിലിട്ട് കയ്യിലളക്കി പിടിക്കുക, തീ കത്തിക്കുന്നുണ്ട്. കുട്ടികൾ ചുറ്റും നിന്ന് കരച്ചിലോട് കരച്ചിൽ. എന്താണ് ഈ ഉമ്മ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാത്തതെന്ന് വിചാരിച്ചിട്ട് ഇദ്ദേഹം വേഷം പ്രച്ഛന്നനായി ചെന്ന ഉമർ റളിയല്ലാഹു അൻഹു ആ കലത്തിലേക്ക് നോക്കുമ്പോൾ കുറച്ചോനെ കലത്തിലൊന്നുമില്ല. വെറുതെ കുട്ടികളെ കരഞ്ഞുറക്കാൻ വേണ്ടിയിട്ട് ഇളക്കുക. ഒന്നുമില്ല ഭക്ഷണം. എന്താ ഉമ്മ നിങ്ങൾ ഈ ഭക്ഷണമില്ലാത്ത? ഞങ്ങളൊരു ഭക്ഷണമില്ല, ഞങ്ങൾക്ക് ഭക്ഷണമില്ല എന്ന് പറയുമ്പോൾ ഉമർ പൊട്ടിക്കരയുന്നു. അദ്ദേഹം ഓടിച്ചെല്ലുന്നുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് പ്രായമുള്ള ഘട്ട ധാന്യപ്പുര ചവിട്ടി തുറന്ന് അരച്ചാക്ക് തലയിൽ ചുമലിലേറ്റാണ് അദ്ദേഹം ആ ചാക്കും കൊണ്ട് വീഴുന്നുണ്ട് മരുഭൂമിയിൽ. 19 വയസ്സുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സേവകനായ അസ്ലം എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരനുണ്ട്. ആ ചെറുപ്പക്കാരനും ഉമറിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പേടിയാണ്. ഞാനെടുത്തോളാം ഈ ചാക്ക് ധാന്യം എന്ന് പറയാൻ പേടി. വീണപ്പോൾ അവൻ ധൈര്യം സംഭരിച്ച് അസ്ലം ഉമർ റളിയല്ലാഹുവിനോട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ ഞാൻ എടുത്തോളാം ചാക്ക്. അസ്ലമേ ഈ ഭാരം ചുമക്കാൻ നിനക്ക് കഴിയും, പരലോകത്തിന്റെ ഭാരം ചുമക്കാൻ അസ്ലമേ നിനക്ക് കഴിയോ? ഉമറിന്റെ പ്രജയാ പട്ടിണി കിടക്കുന്നത്. കുറ്റക്കാരൻ ഉമറാ, ഉമർ ശിക്ഷിക്കപ്പെടും. ഉമറിന്റെ ഭാരം പരലോകത്ത് താങ്ങാൻ നിനക്ക് കഴിയോ അസ്ലമേ? മാറി എന്ന് പറഞ്ഞ് വീണ്ടും ആ ചാക്കേറ്റിയിട്ട് ആ കുടുംബത്തെ തീറ്റിപ്പോറ്റുന്നു. അതാണ് രാഷ്ട്രീയം. അതാണ് രാഷ്ട്രീയം. ഒരു കുടുംബം വന്നിരിക്കുന്നു, പേറ്റുന്ന വിളിക്കുന്നത് അദ്ദേഹവും ഭാര്യയുമാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് ഭാര്യയുമാണ്. ഇത് ലോകത്ത് മാറ്റം വരണം. ഇത് ജനങ്ങളെ മുഴുവൻ ചൂഷണം ചെയ്ത് പറ്റിച്ച് ചതിയും വഞ്ചനയും കുത്തി നിറച്ച് തമ്മിൽ വിരോധങ്ങൾ ഉണ്ടാക്കി പോവുകയാണ്. ഞാനൊന്നുകൂടി പറയുന്നു, മുസ്ലിം സമൂഹം രാഷ്ട്രീയ പ്രബുദ്ധത നേടിയെടുക്കണം. രാഷ്ട്രീയ പ്രബുദ്ധത നേടിയെടുക്കണം. നമ്മളിൽ നിന്ന് നമ്മുടെ രാഷ്ട്രീയ പ്രബുദ്ധതയെ ഊരിയെടുക്കാൻ ഇസ്ലാം വിരുദ്ധ ശക്തികൾ ശ്രമിക്കുന്നുണ്ട്. അത് നമ്മുടെ പാരമ്പര്യത്തിനെതിരാണ്. ഞാൻ പറഞ്ഞു, ഖലീഫമാരും റസൂലും മാത്രമല്ല, നമ്മുടെ പാരമ്പര്യം, നിങ്ങളുടെ നാട്ടിൽ വന്ന സൈനുദ്ദീൻ മഖ്ദൂമിന്റെ പാരമ്പര്യം, നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഉമർ ഖാദിയുടെ പാരമ്പര്യം, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ആലി മുസ്ലിയാരുടെ പാരമ്പര്യം, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന മുസ്ലിം പണ്ഡിതന്മാരുടെ പാരമ്പര്യം, അവർ പള്ളിക്കരിന്നിട്ട് നിസ്കാരം ഓതി തീർക്കുന്ന പാരമ്പര്യമല്ല. അവര് രാജ്യത്തെ ഏകാധിപതികളായ ചക്രാധിപതികളായ കടന്നു വന്ന സാമ്രാജ്യത്വത്തിന്റെ അധിപരായ ബ്രിട്ടീഷുകാർക്കെതിരെ പടപൊരുതിയ രാഷ്ട്രീയത്തിന്റെ മനസ്സും കൂടി അവർക്കുണ്ടായിരുന്നു. അത് നമ്മൾ നടത്താൻ പാടില്ല.
ഇവിടെ ഒരു ഭാഗത്ത് ഫാസിസം മുസ്ലിമീങ്ങൾ അതിരുവൽക്കരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ, അവർ രാജ്യത്തിൻ്റെ പൗരന്മാരല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങികളായി ജീവിക്കാൻ മുസ്ലിങ്ങൾക്കും അധികാരമില്ല. അവരും രാഷ്ട്രീയ പ്രബുദ്ധത നേടിയെടുക്കണം, തങ്ങളുടെ കൂട്ടായി നിൽക്കണം. ഒറ്റക്കെട്ടായി അള്ളാൻ്റെ കയറിനെ പിടിക്കണം. ഈ കയറ് പറയുമ്പോൾ എനിക്കൊരു ഹദീസും കൂടി ഓർമ്മ വരുന്നു, അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഹദീസ് അതാണ്. ഇമാം അഹമ്മദ് റിപ്പോർട്ട് ചെയ്ത സഹീഹായ വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസ്. ആ ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ പറയാണ്, ഇസ്ലാമിൻ്റെ കയറിൻ്റെ ബന്ധങ്ങൾ ഓരോന്നോരോന്നായിട്ട് തകരും. അതായത് ഇസ്ലാം എന്ന് പറഞ്ഞത് ഒരു കയറാണ്. ഈ കയറ് എന്ന് പറഞ്ഞാൽ ഓരോരോ പിരികൾ ചേർന്ന് കൂട്ടിയതാണല്ലോ കയറ്. പക്ഷേ ഒരു കാലം വരുമ്പോൾ ഈ പിരികൾ ഓരോന്നോരോന്നായിട്ട് അടിയും. ഫകുല്ലമാ ഇൻതഖലത് ഉർവത്തുൻ തശബ്ബസത് ബില്ലത്തി തലിഹ. അതിൻ്റെ ഒരു പിടി വരുന്ന ബാക്കിയുമ്പോൾ മുസ്ലിമീങ്ങൾ പിടിക്കും. ഓരോ പിടികൾ ഇങ്ങനെ പൊളിയുമ്പോൾ അടുത്ത കയറും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ അവസാനത്തെ പിരി നിസ്കാരം. ആ പിരിയും കൂടി പൊട്ടിയാൽ ഇസ്ലാം തീർന്നു. പക്ഷേ ആ ഇസ്ലാമാകുന്ന കയറിലെ ആദ്യത്തെ പിരി രാഷ്ട്രീയ അധികാരമാണ്. അത് നഷ്ടപ്പെട്ടപ്പോൾ ഇസ്ലാമിന് തന്നെ ഈ ഗതികേട് വന്നത് ഖിലാഫത്ത് നഷ്ടപ്പെട്ടതോടുകൂടിയാണ്. നമ്മൾ ഇനിയും രാഷ്ട്രീയ പ്രബുദ്ധരാവുകയും ഒന്നിച്ച് എന്താണ് ലോകത്ത് നടക്കുന്നത്, ഞാൻ ഏതിരിക്കാമെന്നൊന്നും ഞാൻ എൻ്റെ ഉദ്ദേശത്തിൽ പറഞ്ഞല്ല, പക്ഷേ ഒന്നിച്ച് പ്രബുദ്ധരാവുകയും ലോകത്തിൻ്റെ മുമ്പിൽ ഇസ്ലാമിനെ അവതരിപ്പിക്കുകയും മുസ്ലിങ്ങൾ ഒറ്റക്കെട്ടായി ആ ചിന്തയിൽ എനിക്കേറ്റവും പ്രധാനം എൻ്റെ സിസവും എൻ്റെ സിദ്ധാന്തവുമല്ല, എൻ്റെ ദീനാണ്. എനിക്കേറ്റവും ഇഷ്ടം എൻ്റെ അള്ളാനെയാണ്, അവൻ്റെ ദീനാണ് ഇവിടെ സ്ഥാപിതമാകേണ്ടത് എന്ന മനസ്സോടു കൂടി ലോകത്തിൻ്റെ മുമ്പിൽ ഒരു രാഷ്ട്രീയ നിലപാട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. ഇസ്ലാമിൻ്റെ പിടി ഇങ്ങനെ പോയാൽ ഇപ്പം നമുക്ക് ഈ പിരി അഴിഞ്ഞു പോയി. ഞാൻ ആകെ ഈ നിസ്കാരം അതുപോലത്തെ കുറച്ച് കച്ചിത്തുരുമ്പിലാണ് മുസ്ലിങ്ങൾ ഇസ്ലാമും പിടിച്ച് നിൽക്കുന്നത്. അവർക്ക് ഇസ്സത്തുണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ 13 കൊല്ലം മക്കയിൽ 165 ആളെ കിട്ടിയപ്പോൾ ഇസ്ലാമിക രാഷ്ട്രം വന്നു. 10 കൊല്ലത്തിനുള്ളിൽ അറിയപ്പെട്ട ലോകത്തേക്കൊക്കെ ഇസ്ലാം പ്രവേശിച്ചു. 6 കൊല്ലം കഴിഞ്ഞപ്പോൾ മക്ക തിരിച്ചു പിടിച്ചു. മക്കപ്പത്തായി 6 കൊല്ലം കഴിഞ്ഞപ്പോൾ മക്ക തിരിച്ചു പിടിച്ചു. പിന്നീട് ലോകത്തേക്കൊക്കെ എത്തി. അള്ളാഹുവിൻ്റെ റസൂൽ രാജാക്കന്മാർക്ക് കത്തെഴുതി, അസ്ലിം തസ്ലാം, നിങ്ങൾ ഇസ്ലാമിനെ അംഗീകരിച്ചോ, വിശ്വസിച്ചോളി എന്ന് പറഞ്ഞ് കത്തുകൾ എഴുതി. ഇസ്ലാം എല്ലാ മേഖലകളിലും എത്തി. അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെ തീരത്ത് ചെന്ന സഹാബി പറഞ്ഞു, എൻ്റെ മുന്നിൽ ഒരു കടലില്ലായിരുന്നെങ്കിൽ, ഇതിൻ്റെ കരയായിരുന്നുവെങ്കിൽ ഇതെത്തുന്നിടത്തേക്ക് ഞാൻ ഇസ്ലാമിനെ എത്തിക്കും. ഒറ്റയ്ക്ക് ആരുമില്ലാതെ ഇന്നലെ വരെ ആട്ടിനെ വെച്ച് നടന്ന വെറും പലിക്കൻ വസ്ത്രം ധരിച്ച നബിയുബ്നു ആമിർ റളിയല്ലാഹു അൻഹു ലോകോത്തര സർവ്വസൈന്യാധിപനായ റുസ്തമിൻ്റെ കൊട്ടാരത്തിലേക്ക് പച്ച പരവതാനിയിൽ തൻ്റെ വാളും കുത്തിപ്പിടിച്ച് ഒറ്റയ്ക്ക് ചെന്നു. ഒറ്റയ്ക്ക് ഒരു ലോകത്തിലെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ ശക്തിയായ പേർഷ്യൻ സൈന്യാധിപൻ റുസ്തമിൻ്റെ കൊട്ടാരത്തിൽ ഒരുത്തരിങ്ങനെ നിൽക്കുക, വെറും പരുക്ക തുണിയെടുത്ത്. റുസ്തം ഒന്ന് ചോദിച്ചു, എന്താ നിങ്ങളുടെ വരവിൻ്റെ ഉദ്ദേശം? ജനങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് അള്ളാന്റെ മാത്രം അടിമത്തത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക, അതെന്നെ ഞങ്ങളുടെ ഉദ്ദേശം. ഒറ്റക്കാ ചെന്നത് നബിയുബ്നു ആമിർ. അദ്ദേഹം ഇതുവരെ ആട്ടിനെ വെച്ച് നടന്ന മനുഷ്യനാണ്. അദ്ദേഹം ഇട്ടത് ചാക്ക് പോലത്തെ ഒരു തുണിയാ. ചെന്നത് ചുവപ്പ് പരവതാനി വിരിച്ച ലോകത്തിലെ സാമ്രാജ്യത്വ ശക്തിയായ പേർഷ്യയുടെ കൊട്ടാരത്തിൻ്റെ നടുക്കളത്തിലേക്ക് ഒറ്റയ്ക്ക് ചെന്ന് പറഞ്ഞു, ഞങ്ങളുടെ ഉദ്ദേശം ജനങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് ഏകനായ അല്ലാഹുവിൻ്റെ അടിമത്തത്തിലേക്ക് മോചിപ്പിക്കുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലാകേണ്ട നല്ല കാര്യങ്ങൾ മനസ്സിലാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാകട്ടെ.